ആരോഗ്യമേഖലയിൽ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീമ വള്ളിൽ ബജറ്റ് അവതരിപ്പിച്ചു. നാദാപുരം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി നവീകരിക്കാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി പ്രതീഷ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഹമ്മദ് പുന്നക്കൽ, വളപ്പിൽ കുഞ്ഞമ്മദ്, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി പി പുരുഷു, രമ മടപ്പള്ളി, പി ഷഹിന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സൂപ്പി നരിക്കാട്ടേരി, അഖില മരിയാട്, കെ ടി ബാബു എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എം ഗംഗാധരൻ സ്വാഗതവും പറഞ്ഞു. തൂണേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 2026-27 ബജറ്റാണ് ബഹുമാന്യായ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷീമ വള്ളിൽ ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിലെ 7 ഗ്രാമപഞ്ചായത്തുകളെയും ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ള ബജറ്റ്. ഈ ബജറ്റ് ബ്ലോക്കിലെ എല്ലാ മേഖലയെയും വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാടിൻ്റെ സംസ്കാരമായിട്ടുള്ള കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഈ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലോക്കിൻ്റെ പൊതുവായിട്ടുള്ള വ്യാവസായിക മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഒരു വ്യാവസായിക പാർക്ക് നമ്മുടെ ബ്ലോക്കിനകത്ത് സ്ഥാപിക്കുമെന്ന് ഈ ബജറ്റിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആതുരാലയമാണ് നാദാപുരം ഗവൺമെൻറ് ആശുപത്രി. ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയാണിത്. എന്നാൽ ആശുപത്രിയുടെ ഭൗതിക സാഹചര്യവും ചികിത്സാ രീതിയുമെല്ലാം ഇനിയും നല്ല നിലയിൽ നമുക്ക് ഉയർത്തേണ്ടതുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായി താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി പുതുതായി സ്ഥലം ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് ആശുപത്രിയുടെ വികസന സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് തൂണേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 2026-27 ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കിഫ്ബി ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളുടെയും സഹായത്തോടു കൂടി ഈ പദ്ധതി നടപ്പിലാക്കണമെന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ വളയം ഗവൺമെൻറ് ഫാമിലി ഹെൽത്ത് സെൻ്റർ കിടത്തി ചികിത്സ ഉൾപ്പെടെ ആരംഭിക്കൽ, അതോടൊപ്പം തന്നെ ഈ വടകര താലൂക്കിൽ തന്നെ ആരോഗ്യ മേഖലയിൽ ഹോമിയോ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് വടകര താലൂക്ക് ഹോമിയോ ആശുപത്രി. ഈ ഹോമിയോ ആശുപത്രിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും വിവിധങ്ങളായിട്ടുള്ള പ്രൊജക്റ്റുകൾ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിനെ പ്രധാനമായും ഭിന്നശേഷി, വയോജന, സ്ത്രീ, ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തുകളുമായി സഹകരിച്ചുകൊണ്ട് ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കുന്ന നിർദ്ദേശങ്ങൾ ഈ ബജറ്റിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മേഖലയിൽ ഏറ്റവും സാധ്യതയുള്ളതാണ് തൂണേരിയെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലയായിട്ടുള്ള വളയം, വാണിമേൽ, അതുപോലെ തന്നെ ചെക്കിയാട് പഞ്ചായത്തുകളിലെ മലയോര മേഖല ഏറ്റവും പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. ഈ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളെയാകെ തന്നെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു ടൂറിസം പ്രൊജക്റ്റ് നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും അത് നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ എല്ലാ പഞ്ചായത്തിലും യുവജനക്ഷേമം ലക്ഷ്യമിട്ടുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ 7 പഞ്ചായത്തുകളിലും കുട്ടികൾക്കും അതുപോലെ തന്നെ യുവജനങ്ങൾക്കും വേണ്ടി നീന്തൽ കുളങ്ങളും അതുപോലെ തന്നെ കളിക്കളങ്ങളും സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള സംയുക്ത പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ ബജറ്റിനകത്തുണ്ട്. പ്രത്യേക സ്ഥലങ്ങൾ കണ്ടെത്തി പറ്റുമെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് തന്നെ കളിസ്ഥലത്തിന് സ്ഥലം വാങ്ങി കളിസ്ഥലങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ
എല്ലാ മേഖലയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരമാവധി പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവരുടെ എല്ലാം സഹായത്തോടു കൂടി നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ അംഗനവാടികൾ, നൂറുകണക്കായിട്ടുള്ള അംഗനവാടികൾ ഇപ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അംഗനവാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തുകളുമായി സഹകരിച്ചുകൊണ്ട് സംയുക്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ എല്ലാ അംഗനവാടികൾക്കും സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുക എന്നുള്ള മാതൃകാ ബജറ്റ് ഉൾപ്പെടെ ഉൾക്കൊള്ളുന്നതാണ് ബജറ്റ്. ഈ ബജറ്റ് ഏറ്റവും നല്ല നിലയിൽ ജനങ്ങളാകെ തന്നെ സ്വീകരിക്കുന്ന തരത്തിലുള്ള ഏറ്റവും നല്ലൊരു ബജറ്റാണ് ഇന്ന് ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളത്. ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമവും ഇടപെടലും തൂണേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നടത്തുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുരുക്കി പറയാനുള്ളത്.